അല്ല ആശാൻ വള്ളിയിടാൻ മറന്നുപോയതാ. ആരുടെ അതാരാ? കണ്ടാലേ ഈ നാട്ടുകാരെല്ലാവരും ഓടി വിളിക്കും. അത്രയ്ക്ക് വൃത്തിയായിട്ടവനല്ലേ? അല്ല പിന്നെ മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ പുങ്കവൻ? തുറന്നാൽ പച്ചത്തറി, കൈക്കെടുത്താൽ കുമ്പിനിടി, അപ്പന് പോലീസില്ല ജോലി. നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശു വാങ്ങി കേസൊതുക്കലിൽ ഹോബി. വശിയുള്ളൊരേമൻ, വിശയുള്ള കേമൻ, അക്കിയെടുത്തണിഞ്ഞാൽ വെറുപട കാണില്ല. മുട്ടിലന്ന് ദേഷ്യം വന്നാൽ ഉടനെ വിളി തന്നിട്ടുണ്ടല്ലോ. തുറന്നാൽ തെറി പറയും, നോക്കി ചൂണ്ടി പേടിപ്പിക്കും, നോക്കി നിന്നാൽ പിടിച്ചുടനെ നോക്കത്തിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യമാണ്. ആരാ നിങ്ങള്? തല്ലരുത്. സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. I am the father of your Maimon, okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞൊണങ്ങിയിരിക്കുകയാണ്. അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. എല്ലാരും കൂടി എന്നെ പഠിപ്പിക്കണം. പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ മുതയാനും പഞ്ചസാരും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ പൂവാടും. ലോകപ്പിൽ കൊണ്ടുപോയി മേക്കപ്പ് അഴിച്ചു വെച്ച് മുട്ടൻ ഇടിയിടിക്കും ഞാൻ. നട്ടല്ലി സെന്ററിലെ മർമ്മത്തിലാത്തി കൊണ്ട് അഞ്ചെട്ട് കുത്തുകുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണ. മഹാരാജാവിന്റെ ശ്രീമന്തപുത്രൻ പട്ടുണ്ണിക്കുമാരൻ ഇതാ എഴുന്നള്ളുന്നേ. എന്റെ അമ്മോ, പോലീസ്. നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ, നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവളെ കുളിക്കുക. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലാവണ? മോളെ ലോകപ്പിൽ നിന്ന് ഇറക്കി വിടേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവരൊന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. ഇത് നമ്മെ തല്ലി കൊല്ലാൻ പോവുകയാണോ? എടോ, വിവരമില്ലാത്ത രാജാവേ, എന്തോ? നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം.
പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്താ എന്നെ തുറച്ചു നോക്കുന്നേ? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യല. പോക്കറ്റ് അടിക്കുവോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു പോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീ ഒരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചടിച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിക്കാൻ ടൂറ് പോകാം പെൺകൊടി. ഊട്ടി വഴി കടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി. മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി. ഒരുങ്ങി വന്നാൽ നമുക്ക് ഓൾ ഇന്ത്യ ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പോലീസുകാർ എടാ മൂന്നാലേ ഇവിടെ വേണം. എന്താണ് ഇവിടെ ഒരു ബഹള കുതൂഹലം? ബ്രോക്കറെ, ഈ ഒന്നും എത്രയാണ്? രണ്ട്. എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു മോനെ, പോലീസുകാരൻ കേസ് കൊടുക്കൂന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂറ് പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും, പിന്നെ കനകാപുരം ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. കല്യാണം നടന്നാൽ എന്താ കുഴപ്പമൊന്നും? അത് ശരി, ഇത്രയും പേരെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം? നിർത്ത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കിട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരും പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. ആട്ടെ കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രമോദനെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരവിടെ? കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമമംഗളം കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. ഗോവിന്ദ ആല ഗോവിന്ദ ഗോവിന്ദ ആലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളന്ത ഇന്നലടിപ്പിന്റെ ഗതി എങ്കിലും ഗോവിന്ദ ശങ്കരഥത്തിൽ പഞ്ഞെത്തി മംഗളമരണം ഗോവിന്ദ പോലോ പോലോ രാധേ ഏതിത്താനം തൊട്ടണ്ട നേരം നേരം നെഞ്ചിൽ തുള്ളാട്ടം ഗോവിന്ദ. ചക്കിക്കൊത്തൊരു ചങ്കരൻ ചെക്കൻ നാളു ഭയങ്കരൻ കവലകൾ തോറും വായിൽ നോക്കി തെണ്ടി നടക്കണ സുന്ദരൻ ചെക്കനു ചേർന്നൊരു സുന്ദരി കണ്ടാലിവളു ഭയങ്കര